വിശപ്പ് വരണ സമയത്ത് അത് ഉച്ചയ്ക്കായാലും വീടിന് പുറത്തുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഏതാണോ ഏറ്റവും നല്ല ഹോട്ടൽ അങ്ങോട്ടാണ്ട് കയറി പിടിക്കും. അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ചാലക്കുടി ഭാഗത്ത് അത്യാവശ്യം നല്ല ഹോട്ടൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് റീൽസിലൊക്കെ വന്ന നമ്മുടെ പോട്ട ആശ്രമത്തിൻ്റെ അടുത്തുള്ള 120 ചിക്കൻ ബിരിയാണി കുറേ നാളായിട്ട് കഴിക്കണം എന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്നൊന്ന് പോയി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ വാങ്ങണ ബിരിയാണികളൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സ്ഥലം കിട്ടാന്ന് പറയുന്നത് മെയിനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഒരു പാടത്തിൻ്റെ സൈഡ് നോക്കി നല്ല പച്ചപ്പൊക്കെ നോക്കി നമ്മുടെ വണ്ടി സൈഡാക്കി നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഏതൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ അതിന് ഫസ്റ്റ് മാർക്ക് കൊടുക്കുന്നത് അതിൻ്റെ മണത്തിന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് തുറന്ന സമയത്ത് നല്ല ഒരു കല്യാണ ബിരിയാണിയുടെ മണം കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഈ ബിരിയാണിക്ക് സെപ്പറേറ്റ് അച്ചാറോ അല്ലെങ്കിൽ സലാഡ് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം ഈ ബിരിയാണിയുടെ ഒറ്റ ഈ പാക്കറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 120 രൂപയാണെങ്കിലും അവർ 2 പീസ് ചിക്കനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചു തുടങ്ങിയ സമയത്ത് അതിൻ്റെ റൈസ് കാര്യങ്ങളൊക്കെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചിക്കൻ കഴിച്ചു തുടങ്ങിയ സമയത്ത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്നറിയില്ല, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഞാനീ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പം നിങ്ങൾ ഇത് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാനിരിക്കുന്ന ആളുകളൊക്കെ നേരിട്ട് പോയിട്ട് കഴിച്ചിട്ട് തന്നെ വിലയിരുത്തുക.